ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റപ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കേര മുളകിട്ടതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കോട്ടെ. ഇനി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 4 പച്ചമുളക് നടുവെ കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇളക്കി ഇട്ട് നമുക്കതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മറ്റു മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകും ഇഞ്ചിയും മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിപ്പോകും. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 4 കുടംപുളി കീറിയെടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ അല്പം കൂട്ടി വയ്ക്കാം. ഇനി അതവിടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ മീൻ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും മീൻ കറിക്ക്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. മീനൊക്കെ ഇട്ടിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് വേവട്ടെ. ചാറൊന്ന് വറ്റി റെഡി ആവണം അതിൻ്റെ. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ വളരെ സ്വാദിഷ്ടമായ കേര മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേര മാത്രമല്ല, നമുക്ക് മോതയും ചൂരയൊക്കെ വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് തലേദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വീണ്ടും നല്ലൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.